ഹായ്, ക്രിയേറ്റീവ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഫ്രഞ്ച് ടോസ്റ്റ് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ബൗളിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് 2 ടീസ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇതേപോലെ അടിച്ചെടുത്താൽ മതിയാകും. ഒരു കോഴിമുട്ട കൊണ്ട് നമുക്ക് 4 സ്ലൈസ് ബ്രെഡ് ടോസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ എത്ര ബ്രെഡാണോ എടുക്കുന്നത് അതിൻ്റെ 4 സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റണം. സൈഡ് കട്ട് ചെയ്ത് മാറ്റിയത് നമ്മൾ കളയണ്ട, അത് ലാസ്റ്റ് നമുക്ക് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ ചൂടായി വരുമ്പോൾ ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുട്ടയുടെ മിശ്രിതത്തിലേക്ക് ഓരോ സ്ലൈസ് ബ്രെഡും ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കണം. ഡിപ്പ് ചെയ്ത സ്ലൈസ് ബ്രെഡ് നമുക്ക് ഈ പാനിലേക്ക് വെച്ച് കൊടുക്കാം. ഇതേപോലെ തന്നെ അടുത്ത സ്ലൈസ് ബ്രെഡും കൂടെ വെച്ച് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു സൈഡ് ഏകദേശം കുക്കായിട്ടുണ്ട്. നമുക്കിതിനൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. മറുവശവും മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് 4 സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. സാധാരണയായിട്ട് മുട്ട കഴിക്കാനായിട്ട് മടിയുള്ള കുട്ടികൾക്ക് ഇതേ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവർക്കത് ഇഷ്ടപ്പെടുകയും അവർ കഴിക്കുകയും ചെയ്യും. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒന്നല്ലേ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുതേ. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.